അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും വീണ്ടും സ്വാഗതം. ഈ ഒരു ഡയലോഗ് നിങ്ങൾ കേട്ടിട്ട് ഒരുപാട് നാളായി കാണും. സോ ഐ എം ബാക്ക് അഗെയിൻ. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് എൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ്റെ സ്റ്റോറിയാണ്. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മളൊരു വലിയ കാര്യം ആഗ്രഹിച്ച് അത് നമ്മൾക്ക് കിട്ടുമ്പോഴാണ്, അല്ലേ? അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഡ്രീം നമ്മൾ അറ്റൈൻ ചെയ്യുമ്പോഴാണ്. പക്ഷേ നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും വന്നിട്ട് നമ്മൾ തന്നെ മാനിഫെസ്റ്റ് ചെയ്തെടുക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കാറില്ല. നമ്മുടെ എനർജി മാനിഫെസ്റ്റ് ചെയ്തെടുക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് കാരണം കൊണ്ടാണ് നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കാര്യങ്ങളൊക്കെ മാനിഫെസ്റ്റ് ചെയ്തെടുക്കുന്നത്? ബിക്കോസ് നമ്മളുടെ നോർമൽ വേ ഓഫ് ലൈഫ് തന്നെ ലെറ്റ് ഗോ മോഡിലാണ്. പക്ഷെ നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ടാവുമല്ലോ. ഉദാഹരണത്തിൽ നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നു, അയാളെ എങ്ങനെയെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ഒരു ജോബ്, അല്ലെങ്കിൽ ഒരു ഡ്രീം ഡെസ്റ്റിനേഷനിലേക്ക് പോവുക എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് കാരണം കൊണ്ടാണ് സംടൈംസ് നടക്കാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോൾ നോക്കിയാലും അതിലേക്ക് എനർജി പാസ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ അതിനെ പറ്റിയിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ആലോചിച്ചിട്ട് അതൊരു പാറ്റേൺ ആവുകയാണ് നമ്മുടെ മൈൻഡിൽ. സോ അവിടെ സറണ്ടറിങ് ഇല്ല, അവിടെ ലെറ്റ് ഗോ ഇല്ല. അപ്പോൾ വന്നിട്ട് യൂണിവേഴ്സിനെ ടേക്ക് ഓവർ ചെയ്തിട്ട്, അല്ലെങ്കിൽ യൂണിവേഴ്സിന് അവിടെ വന്നിട്ട് ആ ഒരു ഡ്രീം നിങ്ങളിലേക്ക് എത്തിപ്പിക്കാനുള്ള ആ ഒരു മാർഗം തടസ്സപ്പെടുകയാണ്. സോ ഇത് വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ മുകളിൽ ട്രസ്റ്റ് ഇല്ല എന്നതാണ് സത്യം. ബിക്കോസ് വി ആർ ഹ്യൂമൻസ്. നമ്മൾ കണ്ണുകൊണ്ട് കാണാത്തതിനോ അല്ലെങ്കിൽ കാതുകൊണ്ട് കേൾക്കാത്തതിനോ ഒന്നും വിശ്വസിക്കുന്ന ആൾക്കാരല്ല. അപ്പോൾ സബ് കോൺഷ്യസ്ലി വന്നിട്ട് നമ്മൾക്കൊരു ടോട്ടൽ ട്രസ്റ്റ് യൂണിവേഴ്സിൻ്റെ കൊടുക്കാൻ വന്നിട്ടൊരു പാടായിരിക്കും. അത് മാത്രമല്ല, നമ്മളുടെ ഉള്ളിൽ തന്നെയുള്ള ഒരുപാട് ഇൻസെക്യൂരിറ്റീസ്, ഫിയേഴ്സ്, ജീവിതത്തിൻ്റെ ഫ്ലോവിനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഫ്ലോവിനോട് ഒത്തുപോകാനുള്ള ആ ഒരു പേഷ്യൻസ് വന്നിട്ട് നമ്മളിൽ തന്നെ ഇല്ലാതിരിക്കുക. ബിക്കോസ് നമ്മുടെ നെർവസ് സിസ്റ്റം കാമല്ല, അല്ലേ? അതൊക്കെ ഒരു റീസൺസ് ആണ്. സോ നമ്മളുടെ ഇൻസെക്യൂരിറ്റീസ്, ഫിയേഴ്സൊക്കെയാണ് നമ്മളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന നല്ല കാര്യങ്ങളെ പോലും പുഷ് ചെയ്ത് കളയുന്നത്. ഓക്കെ, ഇനി ഞാൻ എൻ്റെ മാനിഫെസ്റ്റേഷൻ ജേർണീനെ പറ്റിയിട്ട് പറയാം. എൻ്റെ മൈൻഡ് സെറ്റ് എപ്പോഴും എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒരു സംഭവം ആഗ്രഹിക്കും, പക്ഷേ അതിനുശേഷം അതില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല. ഐ എം വെരി കണ്ടൻറ്റ് വിത്ത് മൈ ലൈഫ്. അങ്ങനത്തെ ഒരു ഇതിലായിരിക്കും ഞാനിരിക്കുന്നത്. അതായത് ആ ഒരു സംഭവം ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റായിരിക്കും എനിക്ക്. ബിക്കോസ് ഈ ഒരു മൊമെൻറ്റ് ഞാൻ ജീവിക്കുന്ന ലൈഫിൽ ഞാൻ കണ്ടൻ്റാണ്. പക്ഷേ അത് പറഞ്ഞിട്ട് ഞാൻ ആഗ്രഹിച്ചു കൂടാൻ പാടില്ല എന്നില്ലല്ലോ. സോ എൻ്റെ ആഗ്രഹം വന്നിട്ട് ഞാൻ യൂണിവേഴ്സിനോട് പറയുകയല്ല ചെയ്യുക, എനിക്ക് ഈ ഒരു ആഗ്രഹമുണ്ട് നടത്തി തരണേ എന്ന് പ്രാർത്ഥിക്കുകയോ പറയുകയോ ഒന്നല്ല ചെയ്യുക. ബിക്കോസ് യൂണിവേഴ്സിനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. യൂണിവേഴ്സിന് നമ്മുടെ ഫ്രീക്വൻസി, നമ്മുടെ എനർജി മാത്രമേ റീഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സംഭവം ഞാനും ഒന്നായി മാറിയ രീതിയിൽ ഞാൻ ഡ്രീം ചെയ്യും. മനസ്സിലായോ? അതായത് ആ ഒരു സിനാരിയോ, ആ ഒരു മൈന്യൂട്ട് തിങ്സ് വരെ ഞാൻ വന്നിട്ട് എൻ്റെ ഇമാജിനേഷനിൽ കാണും. ഞാൻ അതിനെപ്പറ്റി ഡ്രീം ചെയ്യും, ഒരുപാട് ഇരുന്ന് ഡ്രീം ചെയ്യും. ആൻഡ് ഞാനതൊരു ഡ്രീം എന്ന രീതിയിൽ തന്നെ അതിനെ ലെറ്റ് ഗോ ചെയ്യും. ആ ഒരു ടൈമിൽ ഞാൻ ഡ്രീം കണ്ടു, അതിനുശേഷം ലെറ്റ് ഗോ ചെയ്യും. ഈ ഒരു പ്രസൻറ്റ് ലൈഫിൽ ഞാൻ കണ്ടൻ്റാണ്. ഈ ഒരു പ്രസൻറ്റ് ലൈഫിൽ യൂണിവേഴ്സ് എന്നെ നല്ല പോലെയാണ് നോക്കുന്നത്. ഐ എം ഹാപ്പി വിത്ത് ദാറ്റ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഡ്രീം എനിക്ക് നടന്നാലും പ്രശ്നമില്ല, നടന്നില്ലെങ്കിലും പ്രശ്നമില്ല. ഓക്കെ, ബട്ട് ഞാൻ ആ ഒരു ഡ്രീം കണ്ടു ആൻഡ് നൗ ഐ എം ഫൈൻ വിത്ത് മൈ ലൈഫ്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു പിടികിട്ടി കാണും. നമ്മുടെ മൈൻഡ് സെറ്റാണ് നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്ത് തരുന്നത്. നമ്മുടെ മൈൻഡ് സെറ്റ് എപ്പോഴും ഡോണ്ട് കെയർ ആറ്റിറ്റ്യൂഡിലായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റ് എപ്പോഴും കാമായിരിക്കണം. നമ്മുടെ മൈൻഡ് സെറ്റ് കാമായി എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ നെർവസ് സിസ്റ്റം കാമായി എന്നാണ് അർത്ഥം. നമ്മൾ പരിപൂർണമായി നമ്മൾക്ക് നൽകപ്പെട്ടിട്ടുള്ള ലൈഫിൽ കണ്ടൻ്റ് ആയിരിക്കണം. അപ്പോൾ ഇതുവരെ ഞാൻ മാനിഫെസ്റ്റേഷൻ്റെ ബേസിക് കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ഞാൻ എന്താണ് മാനിഫെസ്റ്റ് ചെയ്തെടുത്തത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത് എടുത്തതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ഞാൻ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനി ഞാൻ എന്ത് കാരണം കൊണ്ടാണ് ചിലപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൽ ഗ്യാപ്പൊക്കെ എടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ ഒരു ചാനൽ വന്നിട്ട് മണി മോട്ടീവിൽ ചെയ്യുന്നൊരു ചാനലല്ല. ഓക്കെ, ഞാൻ എൻ്റെ ജീവിതം എൻജോയ് ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ അറിവ് വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന ഒരു ചാനലാണ് ഇത്. അതിൽ ആസ് ആൻ ഇൻഡിവിജ്വൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പെർസെപ്ഷൻസ്, ഐഡിയാസ്, കോൺസെപ്റ്റൊക്കെ ഉണ്ടാവും.
പക്ഷേ ഞാൻ നിങ്ങളെ എൻ്റെ രീതിയിൽ കൊണ്ടുവരാനല്ല ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് വല്ല ക്ലൂവും കിട്ടുകയാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിന് നല്ലതാണെങ്കിൽ ഓക്കെ, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞാൻ പറയുന്നത് മാത്രമാണ് ശരി, അല്ലെങ്കിൽ നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കണം, ഇത് തന്നെയാണ് അൾട്ടിമേറ്റ് ട്രൂത്ത് എന്നല്ല ഞാൻ പറയുന്നത്. കാരണം നമ്മൾ ഓരോ മനുഷ്യരും ഓരോ രീതിയിലാണ് ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് അല്ലേ. പക്ഷേ അറ്റ് ദ എൻഡ് വന്നിട്ട് നമ്മൾക്ക് ഒരു സോഴ്സ് എനർജി ഉണ്ട്. ആ ഒരു സോഴ്സ് എനർജി മേ ബി എന്നിലൂടെ സം വിസ്ഡം നിങ്ങൾക്ക് തരികയാണെങ്കിൽ ഐ തിങ്ക് അതിനാണ് ഈ ചാനൽ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. താങ്ക് യു സോ മച്ച്.